ഹലോ ഹായ് നമസ്കാരം അസ്സലാമു അലൈക്കും. പാത്തൂസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പാത്തു ബാക്കി പറയൂ. ഇന്ന് ഞാൻ കുഴിമന്തിയാണ് ഉണ്ടാക്കാൻ പോണത്. ബീഫ് കുഴിമന്തിയാണ്. അപ്പോൾ പാത്തുവിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ കുഞ്ഞു മോളുടെ നമ്മളെ അനിയൻ്റെ മോളാണ്. അപ്പോൾ ഓളെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്താലാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് തുടർന്ന് ഓളെ ചെറിയ പൊടിക്കൈകൾ കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുക്കിംഗ് ചാനൽ ഞങ്ങൾ തുടങ്ങിയത്. അപ്പോൾ ഇനി തുടർന്ന് ഇങ്ങനെ ഇവിടെ കുക്കിംഗ് വീഡിയോകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ എന്താക്കുക, വീഡിയോയിലേക്കോട്ട് പോയിട്ട് കുഴിമന്തി എങ്ങനെ ഉണ്ടാകുന്നത്, ബീഫ് കുഴിമന്തി എങ്ങനെ ഉണ്ടാകുന്നത് നോക്കലാ. ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് മന്തിയാണ്. നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ബീഫാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. അപ്പോൾ മസാല മിക്സ് ചെയ്ത് വെക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ എടുത്ത് വെച്ച ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിലിടാം. ഫസ്റ്റ് നമ്മൾ ക്യാപ്സിക്കൻ ആണ് ഇടുന്നത്. ഇനി നമ്മൾ ഇടാൻ പോകുന്നത് തക്കാളിയാണ്. പിന്നെ നമ്മൾ ഇടാൻ പോകുന്നത് ചെറിയ സബോള ഇട്ട്, പിന്നെ ഇത് ദീക്കുള്ള സബോളയാണ്. പിന്നെ നമ്മളിടാം അത് നമ്മളെ സ്പെഷ്യൽ മസാലയാണ്. തൊലി കളയാതെ ഇടണെന്ന് പറഞ്ഞാ തൊലി കളയാതെയാണ് ഇടുന്നത്. അതിട്ട് വെക്കാം. പിന്നെ നമ്മുടെ എന്താ ബീഫ് ഇടയാണ് 2 എണ്ണം. പിന്നെ നമുക്ക് പട്ട, പൂവ്, ഗ്രാമ്പു. എന്റെ വോയിസ് ഓവർ കൊടുത്തോളും ആവാം. പട്ട, പൂവ്, ഗ്രാമ്പു ഇതൊക്കെ നമ്മള് ഏലക്ക, പൂ. പട്ട, ഏലക്ക. പാത്തുവിന് വേണ്ടി ഞാനാണ് സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ മന്തിൻ്റെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ബീഫാണ്. അപ്പോൾ ഇതിലേക്കുള്ള കൂട്ടുകളൊക്കെ നിങ്ങളിപ്പോൾ നേരത്തെ കണ്ടത് ഇടുന്ന എല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതാ ഇത് കുഴച്ച് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കുറച്ച് നേരം ഇവിടെ അല്ലേ ഒന്ന് റെസ്റ്റിന് വെക്കുകയാണ്. അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള പരിപാടികൾ ഇതാ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. പാത്തു ഇവിടെ തന്നെ ഉണ്ട്. പാത്തുവിൻ്റെ ഐഡിയാസ് ആണ് ഫുള്ള്. ഞങ്ങളുടെ ഐഡിയ ഒന്നുമല്ല, പാത്തു പറയുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഓള് എവിടുന്നോ യൂട്യൂബിൽ നിന്ന് കണ്ടതാണ്. അവളെ സ്വന്തം പരിപാടിയൊന്നുമല്ല, എവിടുന്നോ കണ്ടിട്ടുള്ള പരിപാടിയാണ്. പക്ഷെ എന്നാലും അവൾ ചെയ്യുന്നുണ്ട്. അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാണ്. അപ്പോൾ ബാക്കിയുള്ള പരിപാടികൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. സാധനങ്ങളൊക്കെ ഇവിടെ അരി പിന്നെ മറ്റുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ റെഡി ആവും. ഇനി നമ്മുടെ വെള്ളം ചൂടാണ്. നമുക്ക് ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് നമ്മൾ തക്കാളി വേണ്ടത് അതിട്ട് കൊടുത്ത് ഞാൻ ഒറ്റക്കൈ വെച്ച് യൂസ് ചെയ്യുന്ന കാരണമാണ്. പിന്നെ നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ഓൾ ഇൻഗ്രീഡിയൻസ് പിന്നെ നമ്മളിതിൽ ബീഫ് മന്തിക്ക് നമ്മൾ മന്തി മസാല മാഗി ക്യൂബ് ഇടുന്നില്ല. അതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നുള്ള സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, ബീഫ് വേവിച്ച് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അതാണ് നമ്മളിവിടെ ക്യൂബായിട്ട് ബീഫിൻ്റെ സ്റ്റോക്ക് വെച്ചിട്ടാണ് നമ്മളിവിടെ ചെയ്യുന്നത്. നമുക്ക് ഇച്ചിരി സോയ സോസ് ഒഴിച്ചു കൊടുക്കാം. അത് വേണം, നമുക്ക് മസ്റ്റാണ് കേട്ടോ. ഇവിടുത്തെ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് ഡാർക്കാണ് സോയ സോസാണ്. അപ്പോൾ ഇത് ഇച്ചിരിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ എന്താ പറയുക, അറിയാമല്ലോ ഡാർക്ക് ലൈറ്റ്. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള സാൾട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് ബാക്കി ഇട്ട് കൊടുക്കുക. കഴുകണം. നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള ഇതൊക്കെ ഇതാക്കാറ്. അകത്ത് കിച്ചണിൽ ബേസിന് ഇതാക്കാറില്ല. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്യാം. അരി കഴുകിയിട്ട് കാണാം. എന്നിട്ടത് അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ടേക്കണം. അപ്പോഴത്തേക്കും നമ്മൾ ചോറ് വേവിക്കാനുള്ള അരി വേവിക്കാനുള്ള വെള്ളം അടുപ്പയിൽ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഒഴിച്ചു കൊടുക്കട്ടോ. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതാണ്. നമ്മൾ കുടിക്കുന്ന വെള്ളം കേട്ടോ. 2 എന്തോ
ഇട്ടിട്ടുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്കിനി ജസ്റ്റ് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് എല്ലാം നോക്കാം കേട്ടോ. ചോറ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേവിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ വെച്ചിരിക്കുന്നു. ഇനി ഊറ്റാൻ വേണ്ടി പോകണം. ടീ ചെമ്പട്ടിയിൽ തന്നെ നമ്മൾ ദമ്മിടണത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചോറൊക്കെ നന്നായിട്ട് ഇതിലോട്ട് പുറത്ത് പാത്രമുണ്ട് അതിലോട്ട് ഇങ്ങനെ ഇതാക്കിയിടാണ്. ഒരു സ്റ്റെപ്പ് ഇതിട്ടേക്കുന്നു, റൈസ് ഇട്ടേക്കുന്നു. അതിലോട്ട് നമ്മൾ ഇച്ചിരി കളറും ഇച്ചിരി റെഡ് കളറും ഇത് യെല്ലോ മഞ്ഞപ്പൊടി ഇതാക്കിയതാണ് കേട്ടോ. അതും ഇട്ട് കൊടുത്തിരിക്കണം. ഇച്ചിരി നമ്മൾ അറബിക് മസാലയും ഒരു വെറൈറ്റി ടേസ്റ്റിന് വേണ്ടിയിട്ട് കേട്ടോ. ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് ഫുള്ളായിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഡയറ്റിട്ടുള്ളതൊക്കെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. മല്ലിയില ഇട്ട് കൊടുക്കണേ. നമുക്കിത് നമുക്ക് എടുത്തിക്കണം. കയ്യൊക്കെ ഒരു നുള്ളി അത് ഈ ഭാഗത്തിട്ടാൽ മതി. നടുക്ക് ഇടണ്ട, നടുവിൽ ഇത് വരും. കണൽ വെക്കാനുള്ളതാണ് നമുക്ക്. ഒരു കണൽ നമ്മളത് കണല് നമ്മളത് എടുത്ത് ഒരു ഇച്ചിരി കൂടി കളങ്ങളെ ഇച്ചിരി മസാല ഒന്നും കൂടി ഇങ്ങനെ തൂവി കൊടുത്ത് ഇത് നമുക്ക് കണലാണ് വെക്കേണ്ടത്. അത് വെച്ചിട്ട് നമുക്ക് ദമ്മിലിടണം കേട്ടോ. അത് ചോറിലോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അപ്പം ഇത് ആക്ച്വലി തീ ഉണ്ടാകും, നമുക്ക് തീ കെടുത്തണം. നമ്മളിത് ദമ്മ് ഇട്ടു, കണലൊക്കെ വെച്ച് ദമ്മിട്ട് നമുക്കിനി ഇതാക്കണം, അടുപ്പിലേക്ക് വെക്കണം. എന്നിട്ട് കാണാം. സൂപ്പർ ബേബി ഫ്ലവർ, സൂപ്പർ പ്രോഡക്റ്റ്, സൂപ്പർ. കണ്ടിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബൈ.